ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഹോം മെയ്ഡ് സ്പീക്കർ ഉണ്ടാക്കിയാലോ. വാട്ടർ ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കറക്റ്റ് വർക്കിംഗ് ആണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ ഒരുപോലത്തെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഈ ഒരു 2 ബോട്ടിലാണ് എടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് അതിൻ്റെ അടപ്പും കൂടി വേണം കേട്ടോ. അടപ്പുള്ള ബോട്ടിൽസ് തന്നെ നോക്കിയെടുക്കുക. അതിൻ്റെ ഈ ഒരു ചെറിയ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് രണ്ടും ഒരേ അളവിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് റോളാണ്. PVC പൈപ്പ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എൻ്റെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് റോളുണ്ട്, അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് കേട്ടോ. കുറച്ച് തിക്നെസ്, അതായത് അതിൻ്റെ വീതിയൊക്കെ ഈ ഒരു അളവിൽ തന്നെ ഉള്ളതാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ നമ്മളതിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒത്തിരി വലിയ റൗണ്ടായി പോകരുത് കേട്ടോ. കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ, ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ മാക്സിമം നമ്മൾ അളവെടുത്തതിന് ഒരു ചെറിയ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആ അളവിനേക്കാളും 1 ഇഞ്ച് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ടൈറ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താ ഞാൻ അങ്ങനെയാണ് 2ൻ്റെയും ഹോൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് വെറുതെ കളയുന്നതല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സ്പീക്കറൊന്നും ഇല്ലാത്ത ഫോണിൽ സൗണ്ടൊക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു പാട്ടൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഫോൺ വെക്കേണ്ടതായിട്ടുള്ള ആ ഒരു സ്പേസ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതും 1 ഇഞ്ച് പോലും വലിയ സൈസിലാവാതെ നല്ല കറക്റ്റ് ഫിക്സ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ടൈറ്റായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഹോളായിട്ട് പോകരുത്. കാരണം ഹോളായിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു റിസൾട്ടിൻ്റെ അതിനെ ബാധിക്കും. കാരണം അതിൻ്റെ ഹോളിലേക്കൂടെയൊക്കെ സൗണ്ടിൻ്റെ ഒരു ലീക്ക് അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ആക്സോ ബ്ലേഡൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രിപ്പായിട്ടുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുണ്ടോ. അങ്ങനെ ആ ഒരു പോർഷനും കൂടി കറക്റ്റ് സൈസിൽ നിർത്തിക്കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇത് ബോട്ടിലിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിലിൻ്റെ ഹോളും അതുപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് റോൾ ഉണ്ടല്ലോ അതും കൂടി നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഒരു മെയിൻ സർജറി ഒക്കെ കഴിഞ്ഞ പോലെ ഉണ്ടാവും, ഭംഗിയൊന്നും നോക്കണ്ട. പക്ഷേ വർക്കിംഗ് ആണ് സംഭവം, അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിയെടുക്കാം. പിന്നെ ഭംഗി നോക്കിയിട്ട് ചുറ്റുന്ന ആൾക്കാരാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടൈപ്പ് ഉണ്ടല്ലോ അതെടുത്ത് ചുറ്റിക്കെടുത്താലും മതി. ഞാനിവിടെ ഭംഗിനേക്കാൾ കൂടുതൽ സംഭവം വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്നോട് ഒരുപാട് പേര് ഇത് ശരിക്കും ഉള്ളതാണോ ചേച്ചി ചോദിച്ചിട്ട് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വർക്കിലേക്ക് ഞാൻ തന്നെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു ഹോളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചുറ്റണം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ടൈറ്റായിട്ട് ഒരു സ്പേസിൽ നിന്ന് പോലും ലീക്കേജ് ഉണ്ടാവരുത് എന്നുള്ളൊരു തോട്ടം തന്നെ കംപ്ലീറ്റ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫോൺ വെക്കേണ്ട സ്പേസ് നമ്മളവിടെ നിർത്തണം കേട്ടോ. കാരണം അവിടുത്തെ കവർ ചെയ്യുന്ന രീതിയിലായി പോകരുത്. അങ്ങനെ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് 2 സൈഡും ചുറ്റിയെടുത്തിട്ടുണ്ട്. ആഹാ, മുടുക്കനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ രണ്ടും ചെയ്തതിന് ശേഷം നമുക്കിതിന് വർക്കിംഗ് ആണോ ഇല്ലയോ നോക്കാം. ഇതാണ് ഇതിൻ്റെ നോർമൽ ലുക്ക് കേട്ടോ. കളറൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി ഇടുന്നവർക്ക് ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്ന് മാത്രം അറിയാൻ വേണ്ടി ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മൊബൈൽ ഇങ്ങനെ വെക്കേണ്ട രീതിയിൽ ഇതുപോലെയാണ് വേണ്ടത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സെറ്റാണോ എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു.